ഹലോ വെൽക്കം ബാക്ക്. നമുക്ക് ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. എന്താണെന്നല്ലേ, പനീർ ബട്ടർ മസാല. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ പനീർ ബട്ടർ മസാല പല രീതിയിലും ചെയ്യുന്നുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കുറച്ച് ഈസി ആയിട്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ജാറിലേക്ക് ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ ഒരു 10-14 സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും, ഒരു 1.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, അതായത് മുളക് പൊടി, അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പനീർ ബട്ടർ മസാലയ്ക്ക് പേര് തന്നെ ഉണ്ട് ബട്ടർ, അപ്പോൾ നമ്മൾ ബട്ടർ എന്തായാലും ഒഴിവാക്കാതിരിക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറില്ലേ, ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇനി പനീറിനെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 വലിയ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ലൈസ് ചെയ്തിട്ടുള്ളതിനെക്കാട്ടിലും ചോപ്പ് ചെയ്തിട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു ബേ ലീഫും ഒരു 2 ചെറിയ പീസ് പട്ട, പിന്നെ നമ്മൾ സവാള ഒന്ന് വെന്ത് കിട്ടാനും നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് അതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ മസാലയുടെ ഒരു പച്ച മണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ തക്കാളിയുടെ ഒരു മിക്സില്ലേ, ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തക്കാളി നമ്മൾ വഴറ്റിട്ടല്ലല്ലോ ചേർത്തത്, അപ്പോൾ തക്കാളിയുടെ ആ ഒരു പച്ച ടേസ്റ്റ്, അതായത് നമ്മൾ തക്കാളി കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഇല്ലേ, അതൊന്ന് മാറിക്കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ഒരു വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഒരു 1.5 കപ്പ് വെള്ളം, തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മളിതിൽ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്തതുകൊണ്ട് ഇത് കറി കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്ക് എത്ര വെള്ളം ആവശ്യമെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളിത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പനീറില്ലേ, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ടും വേണ്ടതെന്ന് വെച്ചാൽ കസൂരി മേത്തിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും മണവും ഉണ്ടെങ്കിലാണ് നമ്മൾ പനീർ ബട്ടർ മസാല എന്ന് നമുക്ക് മുഴുവനായിട്ടും പറയാൻ പറ്റുള്ളൂ. ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പനീർ ബട്ടർ മസാല റെഡിയായി. പിന്നെ ഫ്രഷ് ക്രീം ചേർക്കുന്നവരൊക്കെ ഉണ്ട്, അപ്പോൾ അത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡിയായി. അപ്പോൾ ലാസ്റ്റ് കുറച്ച് ബട്ടറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ ഇത് ചിലവാകുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എപ്പോഴും പറയുന്നു അല്ലേ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുവരെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മാസലാമ.